ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അധികം പഴുക്കാത്ത ഏത്തയ്ക്ക വേണം എടുക്കാൻ. കുറച്ച് കാഷ്യൂനട്ട്, ഉണക്കമുന്തിരിങ്ങ, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, തേങ്ങ തിരുമിയത് ഒരു 1/2 കപ്പ്. പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയുടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് തേങ്ങ തിരുമ്മിയതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നര സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഏലക്ക പൊടിച്ചതാണ്. പഴം നിറയ്ക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പഴം നിറച്ചതിന് ശേഷം തുറന്നിരിക്കുന്ന ഭാഗത്ത് ഒട്ടിക്കുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഏത്തയ്ക്ക എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ മുറിക്കാം. വളരെ ശ്രദ്ധിച്ച് വേണം ഇതുപോലെ മുറിക്കാൻ. ഇത് തുറന്നതിന് ശേഷം ഇതിനകത്തുള്ള ഈ കറുത്ത കുരു പോലുള്ളത് നീക്കം ചെയ്യാം. എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനുള്ളിലേക്ക് നിറയ്ക്കാം. വിരൽ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിനുള്ളിൽ നിറച്ചിരിക്കുന്നത് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ഏത്തയ്ക്കായും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഫില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേശ്ശെ എടുത്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. മുന്നേ ചെയ്തതുപോലെ തന്നെ ഫില്ലിങ് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒട്ടിച്ച ഭാഗം കമഴ്ത്തി തന്നെ ഇട്ട് കൊടുക്കണം. ഒരു ഭാഗം ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം.
ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്